അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്, വൈദ്യുതോർജ്ജം, ഉപഭോഗവും സംരക്ഷണവും. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ടത് ഒരു കുറച്ച് തിയറി പോർഷൻസും ഒരുപാട് പ്രോബ്ലം സെക്ഷനുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോക്കേണ്ടത് ഇതിലെ ഫസ്റ്റ് സെക്ഷനാണ്. ആ ഫസ്റ്റ് സെക്ഷനിൽ ജൂൾസ് ലോ റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ ഡിഫൈൻ ജൂൾസ് ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിക്കണം. കാരണം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇത് കണക്ട് ചെയ്ത ലോ ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജൂൾസ് ലോ ഇതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതേപോലെ തന്നെ ഈ ചാപ്റ്ററിൽ എനർജി ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഊർജ്ജമാറ്റം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൽ തന്നിട്ടുള്ള എല്ലാ ഡിവൈസസിന്റെയും ഊർജ്ജമാറ്റം പഠിക്കണം, എനർജി ചേഞ്ചസ് പഠിക്കണം, അതേപോലെ തന്നെ അതിന്റെ എഫക്ട്സും പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഈ ജൂൾസ് ലോ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് പഠിക്കണം. എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ്, വിച്ച് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. പിന്നെ എച്ചിന്റെ ബാക്കിയുള്ള ഇക്വേഷൻസ് പഠിക്കണം, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്താണെന്ന് ചോദിക്കും. അപ്പൊ ജൂൾ ഹീറ്റിംഗിന്റെയും ഓമിക് ഹീറ്റിംഗിന്റെ ഡെഫിനിഷൻസ് അവിടെ ഉണ്ട്, അത് ക്ലിയർ ആക്കി വെക്കുക, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നീട് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് ആണ്. ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസിലെ മെയിൻ പാർട്ട് ഏതെന്ന് ചോദിക്കും, ദാറ്റ് ഈസ് ഹീറ്റിംഗ് കോയിൽ. ഈ ഹീറ്റിംഗ് കോയിൽ മെയ്ഡ് അപ്പ് ഓഫ് നിക്രോം ആണ്, അഥവാ നിക്രോം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിക്രോം യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. വൈ നിക്രോം യൂസ്ഡ് ആസ് എ ഹീറ്റിംഗ് കോയിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ നിക്രോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാ, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിക്രോമിന്റെ സവിശേഷത എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ 4 പോയിന്റ് ഉണ്ടെങ്കിൽ 4 പോയിന്റ് ക്ലിയർ ആക്കി വെക്കുക, ചോദിക്കും. അതേപോലെ തന്നെ അവിടെ റെസിസ്റ്റിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ തന്നെ ആ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഉണ്ട്, ആർ ഇസ് ഈക്വൽ ടു റോയൽ ബൈ എ ഉണ്ട്. അതേപോലെ തന്നെ റെസിസ്റ്റിവിറ്റി ഇസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. അത് തമ്മിലുള്ള റിലേഷൻസ് ഒക്കെ പഠിക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്.